നിങ്ങൾ നോക്കാതിരിക്കുമ്പോൾ ഈ പ്രപഞ്ചം അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. പക്ഷേ ക്വാണ്ടം ഫിസിക്സിലെ ഏറ്റവും വിചിത്രമായ ഒരു സത്യമാണിത്. നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ പതിയുമ്പോൾ മാത്രമാണ് ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാത്തത് നിങ്ങൾ അവയെ നിരീക്ഷിക്കുന്നത് കൊണ്ടാണോ? ഈ രഹസ്യം ശാസ്ത്രീയമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്തു നേടാം? അത് അറിയാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു 30-ഡേ റിയാലിറ്റി ഷിപ്പ് ചാലഞ്ച് എന്ന പ്രത്യേക സമ്മാനം ഞാൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം അവസാന നിമിഷം നൽകുന്ന ഈ ടിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടേക്കാം. പ്രിയ സുഹൃത്തുക്കളെ, വെൽക്കം ടു ദിസ് വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിന്റെ ഭാഷയെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നായ അടിസ്ഥാന കണികകളുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് നിങ്ങൾ ഒരു കാര്യത്തെ ശ്രദ്ധിക്കുന്നതുവരെ അത് വെറും ഊർജ തരംഗങ്ങൾ, വേവ്സ് മാത്രമാണ് എന്നാണ്. എന്നാൽ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ, ഒബ്സർവ് ചെയ്ത് തുടങ്ങുമ്പോൾ ആ തരംഗം ഒരു വസ്തുവായി മാറുന്നു, പാർട്ടിക്കിളായിട്ട് മാറുന്നു. ഇതിനെയാണ് നിരീക്ഷകന്റെ സ്വാധീനം അഥവാ ഒബ്സർവർ എഫക്റ്റ് എന്ന് ക്വാണ്ടം ഫിസിക്സിൽ വിളിക്കുന്നത്. നമുക്ക് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനെ കുറിച്ചൊന്ന് അറിയാം. ശാസ്ത്രം ഇത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ലബോറട്ടറിയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ കണ്ടത് ഒരു ഇലക്ട്രോണിനെ ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അതൊരു തരംഗമായി പെരുമാറുന്നു എന്നാണ്. എന്നാൽ ഒരു ശാസ്ത്രജ്ഞൻ അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു കണികയായി, സോളിഡ് പാർട്ടിക്കിളായി മാറുന്നു. ഇതിനർത്ഥം പ്രപഞ്ചം നിങ്ങളെയാണ് കാത്തിരിക്കുന്നതെന്നാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു, എവിടെയാണോ നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പതിക്കുന്നത്, അവിടെ ആ ഊർജം ഒരു യാഥാർത്ഥ്യമായി രൂപപ്പെടാൻ തുടങ്ങുകയാണ്. ഇത് വെറും ഒരു സങ്കല്പമല്ല. 1801 തോമസ് യങ് തുടക്കം കുറിച്ച ഈ പരീക്ഷണം 1927 ഇലക്ട്രോണുകളിൽ പരീക്ഷിക്കപ്പെടുകയും നോബൽ സമ്മാനത്തിന് അർഹമാവുകയും ചെയ്തതാണ്. നമ്മുടെ ബോധമനസ്സിന്റെ ശ്രദ്ധ എങ്ങനെ ഒരു പദാർത്ഥത്തെ സ്വാധീനിക്കുന്നുവെന്ന് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ജോൺ വീലർ തന്റെ പരീക്ഷണങ്ങളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തതുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മിക്കവാറും ആളുകൾ അവരുടെ പ്രശ്നങ്ങളെയാണ് 24 മണിക്കൂറും നിരീക്ഷിക്കുന്നത്. കടം, രോഗം, ബന്ധങ്ങളിലെ തകർച്ച, സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലിയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ക്വാണ്ടം ഫീൽഡിലെ ഊർജം കൂടുതൽ പ്രശ്നങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുകയാണ്. എന്നാൽ ശ്രദ്ധ മാറ്റുക. നിങ്ങളുടെ ആരോഗ്യ ലക്ഷ്യങ്ങളിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. നിങ്ങളുടെ ആ നിരീക്ഷണം ക്വാണ്ടം ഫീൽഡിൽ പുതിയ ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ നിർബന്ധിതമാവുകയാണ്. ശാസ്ത്രം എന്ന് പറയുന്ന ഈ നിരീക്ഷണത്തിന്റെ സ്വാധീനം ബൈബിൾ മറ്റൊരു രീതിയിൽ നമ്മളോട് പറയുന്നുണ്ട്. ഹെബ്രായ ലേഖനം 11:1 വിശ്വാസത്തെ നിർവചിക്കുന്ന എങ്ങനെയാണ്? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള തെളിവുമാണ്. ഇവിടെ കാണപ്പെടാത്തവ, അൺസീൻ എന്നത് ക്വാണ്ടം ഫിസിക്സിലെ തരംഗങ്ങളെ പോലെയാണ്, വേവ്സ് ആണ്. നിങ്ങൾ അതിനെ വിശ്വാസത്തോടെ നിരീക്ഷിക്കുമ്പോൾ, ഒബ്സർവ് ചെയ്യുമ്പോൾ, അതായത് അത് സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ, ആ കാണപ്പെടാത്ത ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമായ യാഥാർത്ഥ്യമായി, പാർട്ടിക്കിളായി മാറുന്നു. ഇതിനെ കൂടുതൽ വ്യക്തമാക്കുന്ന മറ്റൊരു വാക്യം റോമർക്കെഴുതിയ ലേഖനം 4:17 നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവന്റെ മുമ്പിൽ എന്ന്. അതായത് ദൈവം ഇല്ലാത്തവയെ ഉള്ളവ എന്ന പോലെ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ക്വാണ്ടം ഫീൽഡിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ നിങ്ങളുടെ വിശ്വാസത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അത് ഭൗതിക ലോകത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ഇതൊരു പരീക്ഷണമായിട്ട് നിങ്ങൾ ഇനി എടുത്തുകൊള്ളുക. ഇന്നു മുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഊർജം നൽകുന്നത് നിർത്തുക. പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്ന ബോധ്യത്തോടെ അതിനെ മാത്രം നോക്കിക്കാണുക, ഒബ്സർവ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും 5 മിനിറ്റ് നിങ്ങളുടെ പുതിയ ജീവിതം സങ്കല്പിച്ചുകൊണ്ട് ആ നിരീക്ഷകനായി മാറുക. നിരീക്ഷിക്കുന്നത് എന്തോ അത് അനുഭവമായി മാറും. നിങ്ങൾ വെറും ഒരു കാഴ്ചക്കാരനല്ല, നിങ്ങൾ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നവനാണ്. യു ആർ കോ ക്രിയേറ്റർ. പ്രപഞ്ചം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി കാത്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ
നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ വാഗ്ദാനം ചെയ്ത 30 ദിവസത്തെ 30-ഡേ റിയാലിറ്റി ഷിപ്പ് ചാലഞ്ചിനെ കുറിച്ച് പറയാം. താഴെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൗജന്യമായി ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇല്ലാത്തവർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങളുടെ ശ്രദ്ധ എങ്ങനെ മാറ്റണമെന്ന് ഇതിൽ കൃത്യമായി നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഐ ആം ദി ഒബ്സർവർ എന്ന് കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഐ ആം യുവർ ഗൈഡ് ആൻഡ് യു ആർ ദ യൂണിവേഴ്സ് ആൻഡ് എനർജി.